Welcome back to my channel, See on Times. Hi friends, Chapter 1 Introduction to Accounting. Branches of Accounting വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് പോർഷൻസ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കരുത്. എല്ലായ്പ്പോഴും ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. Accounting is used for the maintenance of a systematic record of all financial transactions in books of accounts. Even the most brilliant executive or manager cannot accurately remember the numerous amount of varied transactions such as purchase, sales, receipts, payments, etc. എന്താണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്? അതായത് ഒരു ബിസിനസ്സിൽ നമുക്കറിയാം ഒരു ദിവസം ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. ഇനിയിപ്പോൾ എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർ മാനേജേഴ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ ദിവസവും നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഓർത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസവും നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മിസ്സാവാണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്ന് പിന്നീട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് പോവുക. ഓക്കെ, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. The owners of business are keen to have an idea about the net result of their business operations periodically. That is, whether the business has earned profit. എന്താണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്? അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? അതായത് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ഏൺ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്നാൽ മാത്രമേ ബിസിനസ് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, third objective, depiction of financial position. Accounting also aims at ascertaining the financial position of the business concerned in the form of its assets and liabilities at the end of every accounting period. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പോൾ എന്താണ്, ഗ്രോത്ത് ആണോ അതോ ഡൗൺ ആണോ എന്ന് അറിയണം. നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഏത് ലെവലാണെന്ന് അറിയാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് വെച്ചിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് ഒബ്ജക്റ്റീവ് എന്താണ്? അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇനി ഫോർത്ത് ഒബ്ജക്റ്റീവ്, providing accounting information to its users. The accounting information generated by the accounting process is communicated in the form of reports, statement, graphs, etc. ഓക്കെ, എന്താണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ആർക്കൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അവർക്ക് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ബാങ്കിന് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണറിന് കുറച്ച് ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആർക്കാണോ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള 4 ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അതിലുള്ള കുറച്ച് ടേംസ് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്താണ് കാര്യമെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് എൻറ്റിറ്റി. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ് ലൈക്ക് സൂപ്പർ ബസാർ, ITC Limited, etc. എന്താണ് എൻറ്റിറ്റി?
എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു റിയൽ തിങ് ആണ്. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം, ഇതെല്ലാം ഒരു എൻറ്റിറ്റിയാണ്. സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉള്ള എല്ലാം ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ എന്തായിരിക്കും ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്? സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഓരോ ബിസിനസ് എൻറ്റിറ്റിയാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സൂപ്പർ ബസാർ, ITC Limited, എക്സെട്ര. ഓക്കെ, അപ്പോൾ എൻറ്റിറ്റി എന്താണെന്നുള്ളത് ക്ലിയർ ആയി കാണുമല്ലോ. നെക്സ്റ്റ്, ട്രാൻസാക്ഷൻ. A event involving some value between two or more entities. It can be a purchase of goods, receipt of money, payment to a creditor, etc. എന്താണ് ട്രാൻസാക്ഷൻ? അതായത് രണ്ട് എൻറ്റിറ്റി കൊണ്ട് മീൻ ചെയ്യുന്ന രണ്ട് ബിസിനസ് സ്ഥാപനമാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ഒരു കസ്റ്റമേഴ്സും ആകാം. ഓക്കെ, എങ്ങനെയായാലും രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള മണി വാല്യൂ ഉള്ള എന്തെങ്കിലും കൈമാറുക. ഓക്കെ, ട്രാൻസാക്ഷൻ നടക്കുന്നുവെങ്കിൽ അതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം, അസെറ്റ്സ്. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ് വിച്ച് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഏൺ ഓപ്പറേറ്റിംഗ് റവന്യൂ ഫോർ ദ ബിസിനസ്. എന്താണ് അസെറ്റ്? ബിസിനസ്സിൻ്റെ കയ്യിലുള്ള സ്വത്തിനെയാണ് അസെറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് സ്വന്തമായുള്ള ആസ്തിയാണ് അസെറ്റ്. അസറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ്? ദീസ് ആർ ദോസ് അസറ്റ്സ് ദാറ്റ് ആർ ഹോൾഡ് ഫോർ ദ ലോങ് ടൈം ആൻഡ് ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. എന്താണ് ഫിക്സഡ് അസറ്റ്? അതായത് നമുക്ക് ഒരു അസറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, എക്സെട്ര. എന്താണ് കറണ്ട് അസറ്റ്? അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആർ ടേംഡ് ആസ് കറണ്ട് അസറ്റ്സ്. അതായത് ഒരു വർഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള അസറ്റാണ് കറണ്ട് അസറ്റ്. എക്സാമ്പിൾ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ടൈം, ലയബിലിറ്റീസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ് which a business owes to others, that is, amount business is liable to pay others such as loans from bank creditors. എന്താണ് ലയബിലിറ്റീസ്? ഒരു ബിസിനസ്സിന് ആരോടെങ്കിലും, ഒരു സ്ഥാപനത്തോടോ ഒരു വ്യക്തിയോടോ ബാധ്യതയുണ്ടെങ്കിൽ അതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലോങ് ടൈം ലയബിലിറ്റീസ് എന്നും ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്നും. എന്താണ് ലോങ് ടൈം ലയബിലിറ്റീസ്? ദീസ് ആർ ലോൺസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ പീരീഡ് ഓഫ് മോർ ദാൻ 1 year ഫ്രം ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു വർഷത്തിൽ കൂടുതൽ ബാധ്യത ഉണ്ടെങ്കിൽ അതിനെ ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയും. എക്സാമ്പിൾ ലോങ് ടൈം ലോൺസ്, ഡിബഞ്ചേഴ്സ്, എക്സെട്ര. വാട്ട് ഈസ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്? ദീസ് ആർ ദ ഒബ്ലിഗേഷൻ വിച്ച് ആർ പേയബിൾ വിത്ത് എ പീരീഡ് ഓഫ് 12 months ഫ്രം ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. എന്താണ്? ഒരു വർഷത്തിൽ കുറവ് ബാധ്യത ഉണ്ടെങ്കിൽ അതാണ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ഓർ കറണ്ട് ലയബിലിറ്റീസ്. എക്സാമ്പിൾ ബിൽസ് പേയബിൾ, short term loans, etc. Okay, next time, capital. Amount invested by the owner in the firm is known as capital. It may be brought in the form of cash or assets by the owner for the business entity. Capital is an obligation and claim on the asset of business. എന്താണ് ക്യാപിറ്റൽ? ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. ഇത് ക്യാഷായിട്ടും കൊണ്ടുവരാം, അസറ്റായിട്ടും കൊണ്ടുവരാം. എന്താണ് അസറ്റായിട്ട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് നമ്മുടെ വീട്ടിൽ കിടന്ന കുറച്ച് ഫർണിച്ചർ കൊണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മൾ അസറ്റായിട്ട് കൊണ്ടുവരാമെന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം, സെയിൽസ്. സെയിൽസ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് സോൾഡ് ദാറ്റ് ഹാവ് ബീൻ ബ്രോട്ട് ഓർ മാനുഫാക്ചർഡ് ബൈ ദ ബിസിനസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, എന്താണ് സെയിൽസ്? അതായത് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത് ക്യാഷ് സെയിൽസ് ആയിട്ടും നമുക്ക് ചെയ്യാം, ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടും ഉണ്ട്. എന്താണ് ക്യാഷ് സെയിൽസ്? ക്യാഷിന് സാധനങ്ങൾ വിൽക്കുന്നത് ക്യാഷ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? കടത്തിന് സാധനങ്ങൾ വിൽക്കുന്നെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം, സെയിൽസ് റിട്ടേൺ. വെൻ ദ ഗുഡ്സ് ആർ റിട്ടേൺ ഫ്രം ദ കസ്റ്റമേഴ്സ് ഫോർ എനി റീസൺ ഇറ്റ് ഈസ് കാൾഡ് സെയിൽസ് റിട്ടേൺ. എന്താണ്? നമ്മൾ വിറ്റ സാധനം എന്തെങ്കിലും
ഒരു ഡാമേജ് എന്തെങ്കിലും ഒരു റീസൺ മൂലം നമുക്കത് തിരിച്ച് കിട്ടുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടൈം റവന്യൂസ്. These are the amounts of the business earned by selling its product or providing services to customers, called sales revenue. Other items of revenue common to many businesses are commission, interest on dividend, rent received, etc. Revenue is also called income. എന്താണ് റവന്യൂ? ഒരു ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങി അത് വിറ്റ് കിട്ടുന്ന എമൗണ്ടാണ് റവന്യൂ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഗുഡ്സ് അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റവന്യൂ എന്ന് പറയുന്നത്. ഈ സെയിൽസ് റവന്യൂ കൂടാണ്ട് ബിസിനസ്സിൽ എന്തൊക്കെ റവന്യൂസ് കിട്ടും? ഡിവിഡൻറ്റായിട്ട്, ഡിവിഡൻറ്റിന് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് റവന്യൂ കിട്ടും. അതേപോലെ തന്നെ റെൻറ്റ് നമുക്ക് ബിസിനസ്സിന് ഇങ്ങോട്ട് കിട്ടും, കമ്മീഷൻ. ഇതൊക്കെ സെയിൽസ് റവന്യൂ കൂടാണ്ട് ബിസിനസ്സിന് കിട്ടുന്ന അതർ റവന്യൂസാണ്. ഓക്കെ. നെക്സ്റ്റ് എക്സ്പെൻസസ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസസ്. റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനുണ്ടാകുന്ന കോസ്റ്റ്, ചിലവാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? റെൻറ്റ്, വേജസ്, സാലറീസ്, എക്സെട്ര. ഇതൊക്കെയാണ് എക്സ്പെൻസസ്. നെക്സ്റ്റ് ടൈം എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സ്പെൻസ്, എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് മനസ്സിലാക്കിക്കോണം. എക്സ്പെൻഡിച്ചർ, സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിംഗ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ് ഓർ സർവീസസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സ്പെൻഡിച്ചർ? എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിന് വേണ്ടിയിട്ടോ ആ സമയത്ത് ബിസിനസ്സിനുണ്ടാകുന്ന ചെലവിനെയാണ് അല്ലെങ്കിൽ ബാധ്യതയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് കുറച്ച് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? നമുക്കുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ അവസാനിച്ച് പോവുകയാണെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതേപോലെ നമുക്കുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ടൈം പ്രോഫിറ്റ്. The excess of revenue of a period over its related expense during an accounting year is profit. എന്താണ് പ്രോഫിറ്റ്? ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചിലവിനേക്കാൾ കൂടുതലാണ് വരുമാനമെങ്കിൽ അതാണ് പ്രോഫിറ്റ്. ഓക്കെ. നെക്സ്റ്റ് ടൈം ഗെയിൻ. A profit that arises from the events or transactions which are incidental to business, such as sale of fixed asset, winning a court case, appreciation in the value of an asset. എന്താണ് ഗെയിൻ എന്ന് പറയുന്നത്? ഗെയിൻ വെച്ചാൽ നേട്ടം. അതായത് ഒരു കമ്പനിക്ക് ഒരു നേട്ടം ഉണ്ടാവുക, അതായത് യാദൃച്ഛികമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു നേട്ടം കൊണ്ടുവരുന്നതിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മുടെ കമ്പനിയിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്. ഓക്കെ. അത് നമ്മൾ പെട്ടെന്ന് ആ കമ്പ്യൂട്ടറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുകയും 50,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചൊരു കമ്പ്യൂട്ടർ നമുക്ക് ഒരു 70,000 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അതൊരു പ്രോഫിറ്റ് അല്ലേ? അതൊരു ഗെയിൻ അല്ലേ? നമുക്ക് എന്നും ഉണ്ടാകുന്ന ഏണിങ്സ്, സെയിൽ വഴി ഉണ്ടാകുന്ന ഏണിങ്സ്, അതല്ല ഗെയിൻ എന്ന് പറയുന്നത്. ഇൻസിഡൻ്റലായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന പ്രോഫിറ്റിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടൈം ലോസ്. The excess of expense of a period over its related revenue is termed as loss. എന്താണ് ലോസ്? ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് റവന്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതാണ് ലോസ്. ഓക്കെ. നെക്സ്റ്റ് ടൈം ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ഫോർ സച്ച് ഗുഡ്സ് ഓർ സർവീസസ്. എന്താണ് ഡിസ്കൗണ്ട്? നമ്മൾ സെയിൽ ചെയ്യുന്ന ഗുഡ്സിൻ്റെ വില കുറച്ച് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൗച്ചർ. ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. എന്താണ് വൗച്ചർ എന്ന് പറയുന്നത്? വൗച്ചർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്, അതായത് എഴുതി തയ്യാറാക്കിയ ഒരു എവിഡൻസ് ആണ് അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തി, അപ്പോൾ അവർ എന്ത് തരും? നമുക്ക് ബില്ല് തരും. അതെന്ന് പറയുന്ന ഒരു റിട്ടേൺ എവിഡൻസ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് നടത്തി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെസിപ്റ്റ് കിട്ടും. അതൊരു റിട്ടേൺ എവിഡൻസ് ആണ്. ഇങ്ങനെ കിട്ടുന്ന ഈ റെസിപ്റ്റ്,
ഈ ബില്ല് ഇതിനെയൊക്കെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഗുഡ്സ്. ദീസ് ആർ ദ ഫിസിക്കൽ ഐറ്റം ഓഫ് ട്രേഡ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ടു ബി സോൾഡ് ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഐറ്റംസ് മേക്കിംഗ് അപ്പ് സെയിൽസ് ഓർ പർച്ചേസ് ഓഫ് എ ബിസിനസ്. എന്താണ് ഗുഡ്സ്? നമ്മുടെ ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഗുഡ്സ്. ഇപ്പം നമ്മളൊരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണ് ഡീൽ ചെയ്യുന്നത്? എന്ത് ഗുഡ്സാണ് ഡീൽ ചെയ്യുന്നത്? സോപ്പ്. ഓക്കെ, നമ്മുടെ ഗുഡ്സ് എന്ന് പറയുന്നത് സോപ്പായിരിക്കും. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ നമുക്ക് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ടൈം ഡ്രോയിങ്സ്. വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? ബിസിനസ്സിൽ നിന്ന് ഓണേഴ്സിൻ്റെ എന്തെങ്കിലും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം പർച്ചേസ്. ഇറ്റ് റെഫേഴ്സ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് വിച്ച് ആർ ബോട്ട് ഫോർ റീസെയിൽ ഓർ ദ എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. എന്താണ് പർച്ചേസ്? ബിസിനസ് പല ആളുകളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങും. ഇതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ക്യാഷ് പർച്ചേസ് എന്താണ്? അതായത് ബിസിനസ് ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുവാണെങ്കിൽ അതിനെ ക്യാഷ് പർച്ചേസ് എന്ന് പറയും. ക്രെഡിറ്റ് പർച്ചേസ് എന്താണ്? ബിസിനസ് കടത്തിന് സാധനം വാങ്ങിക്കുവാണെങ്കിൽ അത് ക്രെഡിറ്റ് പർച്ചേസ്. നെക്സ്റ്റ് ടൈം പർച്ചേസ് റിട്ടേൺ. വെൻ ദ ഗുഡ്സ് ആർ റിട്ടേൺ ടു ദ സപ്ലയേഴ്സ് ഫോർ എനി റീസൺ ഇറ്റ് ഈസ് കോൾഡ് ആസ് പർച്ചേസ് റിട്ടേൺ. എന്താണ് പർച്ചേസ് റിട്ടേൺ? അതായത് നമ്മൾ ബിസിനസ് വാങ്ങിയ ഏതെങ്കിലും ഒരു സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ വാങ്ങിയ ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടൈം സ്റ്റോക്ക്. സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി ഈസ് എ ടാഞ്ചിബിൾ അസറ്റ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ബിസിനസ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഇൻ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓർ ഫോർ ദ പർപ്പസ് ഓഫ് യൂസിങ് ഇറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് മീൻ ഫോർ സെയിൽ. എന്താണ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ? വിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് വാങ്ങിവെച്ച സാധനങ്ങളോ ബിസിനസ് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് വെച്ച സാധനങ്ങളോ ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദ ഗുഡ്സ് അൺസോൾഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ഈസ് കാൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വേറസ് ദ ഗുഡ്സ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ഈസ് കാൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺ ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് who own to enterprises an amount for buying goods and services on credit. ആരാണ് ഡെപ്റ്റേഴ്സ്? ബിസിനസ്സിന് ആരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അവരാണ് ഡെപ്റ്റേഴ്സ്. ചിലപ്പോൾ അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമാകാം. ഓക്കെ. ഇനി ആരാണ് ക്രെഡിറ്റേഴ്സ്? ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺ ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ടു ബി പെയ്ഡ് ബൈ ആൻ എൻ്റർപ്രൈസസ് ആൻ എമൗണ്ട് ഫോർ പ്രൊവൈഡിങ് ദ എൻ്റർപ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. ആരാണ് ക്രെഡിറ്റേഴ്സ്? ബിസിനസ് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. സോ നമുക്ക് ചാപ്റ്റർ 2മായി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.